നമസ്കാരം പ്രിയമുള്ളവരെ. നമുക്കിന്നൊരു പുതിയൊരു വിഷയം ചർച്ച ചെയ്യാം. നമ്മളെല്ലാവരും വളരെ കരുതലോടുകൂടിയാണ് ജീവിക്കുന്നത്. നവമാധ്യമങ്ങളിൽ വരുന്ന ഫേക്ക് വാർത്തകളിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നതിൽ പ്രധാനികളാണ് നമ്മൾ മലയാളികൾ. അതിൻ്റെ യഥാർത്ഥ ഉറവിടം മനസ്സിലാക്കാതെ, സത്യമാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാതെ നമ്മൾ അവയിലേക്ക് ചെന്ന് ചാടി, അതായത് വെളിച്ചം കണ്ട് അഗ്നിയിലേക്ക് ചാടുന്ന അയ്യാമ്പാറ്റകളെ പോലെ അത്യാർത്തി മൂലം നമ്മൾ മലയാളികൾ നവമാധ്യമങ്ങളിൽ വരുന്ന ഫേക്ക് വാർത്തകളിൽ ചെന്ന് ചാടുന്ന ഒരു പ്രവണത ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. സൗജന്യമായി ലാപ്ടോപ്പ് കിട്ടും, സൗജന്യമായി ലക്ഷങ്ങൾ കിട്ടും എന്നുവേണ്ട തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു വരെ കാള് വന്ന്, അല്ലെങ്കിൽ നിങ്ങളയച്ച പാഴ്സലിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര നാർക്കോട്ടിക് സെല്ലിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉള്ള തരത്തിൽ വരെ അവ വിശദമായി അന്വേഷിക്കാതെ, നിയമപാലകരെ അറിയിക്കാതെ നമ്മൾ സ്വയം ചാടി അക്കൗണ്ടിൽ നിന്ന് കിടക്കുന്ന പണം അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുന്ന ഒരു പ്രവണത ഇപ്പം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മെസ്സേജിൽ ചെന്ന് നമ്മുടെ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് അവർക്ക് നമ്മളെ ചതിക്കപ്പെടാനുള്ള അവസരം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവ അന്വേഷിക്കാനും അവ മനസ്സിലാക്കാനും യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഒക്കെ ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വച്ച് വരുന്ന ലാപ്ടോപ്പ് സൗജന്യമായി ലഭിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ ഉടനെ അതിൽ ലിങ്കിൽ നമ്മൾ കയറാതെ അത് സത്യമാണോ എന്നറിയാൻ നിരവധി വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാവുന്നവരോടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ ഹെൽപ്പ് ഡെസ്കുകളിലൂടെയൊക്കെ നമുക്ക് അവ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലക്ഷങ്ങൾ ലോണ് കിട്ടും എന്നുള്ള വാഗ്ദാനവുമായി വരുന്ന ഫേക്ക് ലിങ്കുകൾ, അതിൽ കയറി ടച്ച് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക്, അല്ലെങ്കിൽ മിസ്ഡ് കാൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോണെത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് വാർത്തകളിൽ നിങ്ങൾ ചെന്ന് തലവയ്ക്കരുത്. നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നമ്മൾ അറിയാതെ തന്നെ അവർ ഓരോ ആവശ്യം പറഞ്ഞും അവരെ വലിച്ചുകൊണ്ട് അങ്ങ് പോകും. അവസാനം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നമുക്ക് നഷ്ടമാവുകയും നമ്മൾ അതിൻ്റെ പേരിൽ നഷ്ടങ്ങളുടെ കണക്ക് വേണ്ടി പറഞ്ഞ് വളരെയേറെ ദുഃഖം അനുഭവിക്കുന്ന, വളരെ മാനസിക നില വരെ തെറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ AI സംവിധാനം വന്നതോടുകൂടി മറ്റൊരു പ്രശ്നം ഉദിച്ചു വരുന്നുണ്ട്. 1-2 വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുകയും ഞങ്ങളെങ്ങനെ ആശുപത്രിയിലാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആപത്തിലാണെന്നോ പറഞ്ഞ് എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ടെന്ന് സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കാളുകൾ, നമ്മുടെ സുഹൃത്തിൻ്റെ ഫോട്ടോയോ വീഡിയോ വെച്ച് ഉണ്ടാക്കി വരുന്ന ഈ വീഡിയോ കാളുകൾ വരെ നമ്മൾ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു കാള് വന്നാൽ അതിൻ്റെ നിജസ്ഥിതി നമ്മുടെ സുഹൃത്തിനെ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുകയും അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ലിങ്കുകളിൽ ചെന്ന് ചാടേണ്ടത്. അങ്ങനെ എന്തെങ്കിലും അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുണ്ട്, അവ ഉടൻ ബന്ധപ്പെടണം. 1930 ആണ് നമ്പർ. ഉടൻ ബന്ധപ്പെടുകയും പോയ പണം തിരിച്ചു എടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ഹെൽപ്പ് ഡെസ്ക് സഹായിക്കുന്നതാണ്. ഇത്തരം വീഴ്ചകളിൽ, ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ ചെന്ന് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മുടെ അത്യാർത്തിയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാതൽ. നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു അത്യാർത്തിയും കാണിക്കാതെ, നമ്മൾ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ, നമ്മൾ അധ്വാനിച്ചു വച്ചിരിക്കുന്ന പണം മറ്റുള്ളവർ കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം, വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം നമുക്ക് വേണം. അത് ദിനംപ്രതി മലയാളികളിൽ ഇത്തരം ശ്രദ്ധയില്ലായ്മ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം കൊണ്ടാണ് അന്യദേശത്തു നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും വരെ വരുന്ന ലിങ്കുകളിൽ നമ്മൾ ചെന്ന് ചാടി നമ്മുടെ നഷ്ടം വർദ്ധിപ്പിക്കുകയും നമ്മൾ ദരിദ്രരാവുകയും ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിക്കുന്നത്. ഇത്തരം പ്രവണതകളിൽ നിങ്ങൾ ചാടാതെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടിയുള്ള ശ്രദ്ധ, ജീവിതത്തിൽ അല്പം ശ്രദ്ധ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.